ഐ വാസ് ലൈക്ക് റീഡിങ് എ ബുക്ക്. ഫാൻ സൗണ്ട് ഉണ്ടോ അല്ലേ? സോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, അതായത് ഈ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്ന സംഭവമില്ലേ, ലൈക്ക് ദോസ് ആർ ജസ്റ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. നമ്മുടെ ബ്രെയിനിൽ കൂടെ ഓടുന്നൊരു വെറും വൈദ്യുതി മാത്രമാണ് ഈ തോട്ട്സ്. യെറ്റ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വൈ നോട്ട്? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഓടുന്ന എല്ലാം വൈദ്യുതിയാണ്. എല്ലാ മസിൽ മൂവ്മെൻറ്റ്സും, എല്ലാ മൂവ്മെൻറ്റ്സും, നമ്മൾ ഈ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ട്രിഗർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കറൻസ് ആണ്, അല്ലേ? അതെ, തോട്ട്സും അത് തന്നെയാണ്. അതായത് ന്യൂറോൺസ് ഫയർ ചെയ്യുന്ന സിഗ്നൽസ് ആണ് തോട്ട്സ്. സോ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ, ഒരാളിപ്പം ഓവർ തിങ്ക് ചെയ്യാണ്. ഒരാൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അയാളുടെ തോട്ട്സ് അല്ലേ? അത് ഓവർ തിങ്കിങ് ആവണമെങ്കിൽ അയാൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടു. അതായത് ലൈക്ക് സ്പിരിറ്റ് തിയറി എന്ന് പറയും. മനുഷ്യന്മാരിൽ ആത്മാക്കളുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്, സ്പിരിറ്റ്സ്. ഇവരാണ്, അതായത് ഈ തിയറി അനുസരിച്ച് ഒരു മനുഷ്യനിൽ ഒന്നിൽ കൂടുതൽ ആത്മാക്കളുണ്ട്. അതിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആത്മാവാണ്, അതായത് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്പിരിറ്റാണ് നമ്മളായിട്ട് നിൽക്കുന്നത്. ഈ ബാക്കിയുള്ള സ്പിരിറ്റ്സ് സംസാരിക്കുന്നതാണ് നമ്മുടെ ബാക്കി തോട്ട്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം 2-3 ഡോമിനൻ്റ് സ്പിരിറ്റ്സ് ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാരാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. സോ ആ തിയറി എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു തിയറിയാണ്. ഐ മീൻ, ആത്മാവ് എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ അല്ല, ബട്ട് അതിലുപരി ഇറ്റ്സ് ഓൾ എനർജി, റൈറ്റ്? നമ്മൾ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഒരു രൂപത്തിനെയല്ല. നമ്മൾ പെട്ടെന്ന് ആത്മാവെന്ന് ചിന്തിക്കുമ്പോൾ എന്താ കാണുക? ലൈക്ക് ഒരു വൈറ്റ് കാസ്പർ ഗോസ്റ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ്. അതല്ല, ഇറ്റ്സ് എൻ എനർജി, ഇറ്റ്സ് എൻ സോഴ്സ് ഓഫ് എനർജി. അതാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മളായിട്ട് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറിൽ ബാറ്ററി വെച്ചേക്കുന്ന പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് എന്ന് പറയുന്ന എനർജി. ആൻഡ് ആസ് പെർ ദ ലോസ് ഓഫ് യൂണിവേഴ്സ്, energy can neither be created nor be destroyed, right? So fan touch ആയിട്ടുണ്ടോ? വെയിറ്റ് എ മൊമെന്റ്. സോ പറഞ്ഞു വന്നത്, as per the laws of universe, energy can neither be created nor be destroyed. അങ്ങനെയാണെങ്കിൽ ഭൂമി ഉണ്ടായതും, അതായത് ഈ യൂണിവേഴ്സ് ഉണ്ടായ സമയത്തുള്ള എനർജി തന്നെ ഇപ്പോഴും ഉള്ളൂ. അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്, അത് ബാലൻസ് ആയി പോകും.
സോ ആ എനർജി തന്നെയാണ് നമ്മളും, ആ എനർജി തന്നെയാണ് ഈ സ്പിരിറ്റ്സും. നമ്മൾ മരിച്ചാലും ആ എനർജി മേ ബി വേറൊരു കോൺഷ്യസ് മൈൻഡായിട്ട് ജനിക്കും, അല്ലേ? അത് പറഞ്ഞു നോക്കാം. എന്താണ് ഈ കോൺഷ്യസ് മൈൻഡ്, എന്താണ് ഈ കോൺഷ്യസ്നെസ്? ഇതും റീല് കഴിഞ്ഞ ദിവസം റീല് ഉണ്ടായിരുന്നു. ലൈക്ക് ഹ്യൂമൻ കോൺഷ്യസ്നെസ് വാസ് എ ട്രാജിക് മിസ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. അതായത് മനുഷ്യന്മാർ കോൺഷ്യസ് ആവാൻ പാടില്ലായിരുന്നു. ലൈക്ക് they were supposed to just act like animals. തിന്നുക, കുടിക്കുക, കിടക്കുക, ഉറങ്ങുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, മരിക്കുക. ബട്ട് നോ, വി ബിക്കെയിം കോൺഷ്യസ്. ബട്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ജീവികളുണ്ട്. ഈവൻ ദിസ് ആറ്റംസ് ആർ ഈവൻ കോൺഷ്യസ്. Theory of observation, like particles behave different when observed. So ഹ്യൂമൻസ് മാത്രമല്ല കോൺഷ്യസ് ആയിരിക്കണം, ഈവൻ an atom is conscious. In the beginning of universe, matter എന്ന് പറഞ്ഞത് മാറ്റർ ആയിട്ടായിരുന്നു, ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഒബ്ജക്റ്റ്. അത് ഇപ്പം എന്താ ബൈബിളിൽ പറയും പോലെ അങ്ങനെ പറഞ്ഞു വരുമ്പം ബൈബിളിലെ തിയറിയും ഇതിലെ തിയറിയും ഏകദേശം സെയിമാണ്. ബട്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന രീതി വേറെയാണ്. അതായത് മാറ്റർ ആണെന്ന് മാറ്ററിന് മനസ്സിലായി. അതായത് മാറ്റർ ബിക്കം അവെയർ. അത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്ന കഥയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആദത്തിൻ്റെ ഹവ്വയുടെയും കഥ. ആദത്തിൻ്റെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ഒരു ആപ്പിൾ തിന്നരുതെന്ന് പറഞ്ഞു. ആപ്പിൾ എന്ന് നമ്മൾ കഴിപ്പേരെ പറയുന്നതാണ്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഫ്രൂട്ട്. ഓക്കെ, ആ ഫ്രൂട്ട് തിന്നരുതെന്ന് പറഞ്ഞു. ആ ഫ്രൂട്ട് തിന്നരുതെന്ന് പറഞ്ഞിട്ട് ബട്ട് അവർ തിന്നു കഴിഞ്ഞപ്പോഴാണ് അവർ കോൺഷ്യസ് ആയെന്നാണ് അതിൽ ബൈബിളിൽ തന്നെ പറയുന്നത്. അവർ കോൺഷ്യസ് ആയി, സെൽഫ് അവെയർ ആയി. അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. They became aware that they are naked. അപ്പോൾ അവർ തുണിയില്ലല്ലോ, അന്ന് തുണിയില്ല, ആ സമയത്ത് തുണിയില്ല. സോ ഇല കൊണ്ട് ശരീരം മറച്ചു. ഇനി അതുപോലെ തന്നെയാണ്, അത് ബൈബിൾ തിയറിയാണ്. അത് സയൻസിൻ്റെ ആൾക്കാരോട് പറഞ്ഞവർ സമ്മതിക്കില്ല. സോ മാറ്റർ ബിക്കെയിം അവെയർ. അതായത് ഞാൻ എന്നുള്ളൊരു കോൺഷ്യസ് മൈൻഡ്, മീ എന്നുള്ളൊരു കോൺഷ്യസ് മൈൻഡ് മാറ്ററിന് വന്നു. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പാർട്ടിക്കിളും ആവാം, ഏതൊരു ആറ്റം ആവാം, എനി ഒബ്ജക്റ്റ്. എന്താണോ ഫസ്റ്റ് ക്രിയേറ്റ് ആയത് ആ സാധനം, അത് പിന്നെ ഇവോൾവായി വന്നതാണ് നമ്മള്. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ഒബ്ജക്ട്സ്. ഏറ്റവും കൂടുതൽ കോൺഷ്യസ്നെസ്സോടെ ജീവിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ നമ്മൾ. ഇപ്പോൾ I'm recording, right? And I'm aware that I'm recording. It's still I'm not drunk, I'm not high. I just ate rice and some curry. I was just reading a book. I got bored and I have thought about this for a long time, to record myself saying things that are my thoughts. So yeah, here we are.
ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്താ അറിയോ? വേണ്ട, അത് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഏറ്റവും സ്പീഡുള്ള ഒബ്ജക്റ്റാണ് ലൈറ്റ്. യെറ്റ് ഇറ്റ് കനോട്ട് ട്രാവൽ ത്രൂ അനദർ ഒബ്ജക്ട്സ്. ഇന്നാളൊരു ദിവസം ഞാൻ ഇങ്ങനെ റൂമിൻ്റെ പുറത്ത് നിൽക്കുമായിരുന്നു, വരടച്ചേക്കാം റൂമിൻ്റെ. അപ്പം ഞാൻ ഫാൻ ഇവിടെ ഓൺ ആയതിൻ്റെ സൗണ്ട് കേട്ടു. ഞാൻ ആലോചിച്ചു, ഫാൻ ഇവിടെ ഓണാണ്, അതിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. വൈ ക്യാൻഡ് ഐ സീ ഇറ്റ്? കാരണം ലൈറ്റ് ഈസ് ലൈക്ക് 1000 times faster than sound. സോ അതിന് ട്രാവൽ ചെയ്യാൻ ഏതെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് ട്രാവൽ ചെയ്ത് എനിക്കത് കാണാൻ പറ്റുമായിരുന്നു. ലൈക്ക് ആ ഒബ്ജക്റ്റ് അവിടെ നിന്നുള്ള ലൈറ്റ് ട്രാവൽ ചെയ്ത് എൻ്റെ കണ്ണിലെത്തിയാൽ എനിക്കത് കാണാൻ പറ്റത്തുള്ളൂ. ബട്ട് സൗണ്ട് എനിക്ക് കേൾക്കാം. ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, സൗണ്ട് എനിക്ക് കേൾക്കാം. യെറ്റ് സ്റ്റിൽ ഐ കനോട്ട് സീ ഇറ്റ്. ഇറ്റ്സ് ബിക്കോസ് സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. സൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് വേവ്സ്. അതായത് ഇതിലുള്ള എല്ലാ പാർട്ടിക്കിൾസും, ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ റൂം എംപ്റ്റി ആണെന്ന് പറഞ്ഞാലും ഈ റൂം ഫുള്ളാണ്. ബിക്കോസ് there are gazillion atoms here, right? And അതെല്ലാം ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ സൗണ്ട്. അതാണ് നമ്മൾ ഈ സൗണ്ടായിട്ട് കേൾക്കുന്നത്. ആ വൈബ്രേഷൻ നമ്മുടെ ചെവിയിലേക്ക് എത്തി, അത് ഇയർ ഡ്രമ്മിലേക്ക് അടിച്ച് ഇയർ ഡ്രം ആ വൈബ്രേഷൻ സിഗ്നൽസ് ആയിട്ട് മാറ്റി അത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തി, അത് നമ്മൾ സൗണ്ടായിട്ട് കേൾക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ബട്ട് ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണ്, ഫോട്ടോൺസ് ആണ്. അതിനൊരു ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പറ്റും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, അങ്ങനത്തെ ഒബ്ജക്ട്സ് കൂടെ ട്രാവൽ ചെയ്യും. അതല്ലാണ്ട് ഒരു റിജിഡ് ഒബ്ജക്റ്റിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ light is like 1,000,000 times faster than sound. സൗണ്ടിന് ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ്സ് ജസ്റ്റ് വൈബ്രേഷൻസ്. അതായത് അവിടെ ഉള്ള ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കിയ ഭൂമി, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആവട്ടെ, നമ്മൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ആവട്ടെ, സ്പേസ് ആവട്ടെ, എന്തും ആവട്ടെ, ഓഫ് കോഴ്സ് അവിടെ ആറ്റംസ് ഉണ്ട്. എംപ്റ്റിനെസ് എന്ന് പറയുന്ന സംഭവമില്ല. വാക്യൂം ആയിക്കോട്ടെ, വോയിഡ് ആയിക്കോട്ടെ, ബ്ലാക്ക് ഹോൾ ആയിക്കോട്ടെ, ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവിടെ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. ഐ മീൻ ആറ്റംസ്. ഈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ലൈക്ക് ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ സൗണ്ട്. സോ വൈ ക്യാൻറ്റ് സൗണ്ട് ഗോ ഫാസ്റ്റർ ദാൻ ലൈറ്റ്? വൈബ്രേഷൻസ് അവിടെ എത്തുന്ന സ്പീഡാണോ, ഓർ അത് വൈബ്രേറ്റ് ചെയ്യുന്ന സ്പീഡാണോ? അങ്ങനെ ഫ്രീക്വൻസി മാറ്റി നോക്കിയാൽ പോരെ. ഈവൻ there are jets that can travel faster than speed of sound. So അങ്ങനെ വെച്ച് നോക്കിയാ നീയും മൂഞ്ചി, ഞാനും മൂഞ്ചി. 2026 മൂഞ്ചി. ഓഫാവും. ഇങ്ങനെ കാണിച്ചത് ഓൺ ആകും, ബട്ട് ഇങ്ങനെ കാണിച്ചത് ഓഫാവില്ല. വൈ സാംസങ് വൈ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഓൺ ആക്കാൻ പറ്റും, ഇങ്ങനെ കാണിച്ച് എന്തുകൊണ്ട് ഓഫാക്കിക്കൂടാ? ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് ഓൺ ആവുമെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്താൽ ലൈറ്റ് ഓഫ് ആവും, ഇല്ലേ? ഐഫോൺ യൂസേഴ്സ് ലാഫിങ്. അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ കാണിച്ചാൽ അവർ ഓൺ ആകത്തില്ല. ബട്ട് ഹുവായി, മറ്റേ വിവോ, ഇതൊക്കെ വേറെ ലെവൽ.
അവർ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സാധനം വരും. എന്നിട്ട് അപ്പുറത്ത് ഫോൺ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഫോണിലോട്ട് എത്തും, അപ്പുറത്തെ ഫോൺ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഫോണിലോട്ട് എത്തും. ഒരു വലിയ ഹൈടെക് ആൾക്കാർ നമ്മളില്ലേ. ഇറ്റ്സ് റിയലി സ്നോയിങ് ഔട്ട്സൈഡ്. ഇതൊക്കെ I said I'm not high. I'm just, maybe I could get high, but I don't want. ഇതൊക്കെ ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എൻ്റെ നോർമൽ തോട്ട്സാണ്. ഇത് തന്നെ മേ ബി ഞാൻ ഹൈ ആയിട്ടിരിക്കുമ്പം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഐ വുഡ് ഡിഫൈൻ ഇറ്റ് എസ്, ഓ എൻ്റെ ബ്രെയിൻ 10 ഇരട്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചിന്തിക്കുന്നത്, ഞാൻ ഇതൊക്കെ സാമാന്യം വലിച്ചു കയറ്റിട്ടാണത്, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെയാവുന്നത്. ആൽക്കഹോൾ ഡസൻ മേക്ക് us think. That's new. No, that's not new. ആൽക്കഹോൾ നമ്മളെ ചിന്തിപ്പിക്കില്ല, ബട്ട് ചിന്തിച്ച കാര്യങ്ങളെ കൊണ്ടുവരും. ഇറ്റ് ആക്ട്സ് ഓൺ അവർ മെമ്മറി സെൽസ്. അതാണ് പ്രശ്നം. അതാണ് ഈ ആൽക്കഹോൾ കുടിക്കുമ്പം ആൾക്കാർ കരയുന്നത്. ഒരു മെമ്മറി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. Actually, there are no such thing as memory cells. It's just a specific part of the brain. So, you get the idea, right? So that's that. But വേറൊരു ഡ്രഗ്സിന് വന്നില്ല. ഇല്ല ഒന്ന് വെച്ച് എനിക്കറിയത്തില്ല. ഐ മീൻ ഞാനങ്ങനെ കേട്ടിട്ടില്ല. ബാക്കി മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ്, സെറട്ടോണിൻ റിസെപ്റ്റേഴ്സ്, ഡോപ്പമിൻ റിസെപ്റ്റേഴ്സ്, എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, അങ്ങനത്തെ എല്ലാ റിസെപ്റ്റേഴ്സിലും കയറി പിടിക്കണം. ഉബ്ലാങ്കട്ടയല്ലേ? അല്ല, ഉബ്ലാങ്കട്ട. I'm really bored, right? It's been 17 minutes. 17 മിനിറ്റായിട്ട് ഞാനൊരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക്. കഴപ്പ് തന്നെയല്ലേ? എന്നാ ശരി, ഓക്കെ.